ഇന്ന് നമ്മൾ ഒരു ക്ഷേത്രത്തെക്കുറിച്ചുള്ള വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ബാലാരിഷ്ടതകൾ മാറാൻ കണ്ണൻ്റെ മുന്നിലെ ഉണ്ണിക്കുളി. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയ്ക്കടുത്ത് എരൂർ മെയിൻ റോഡിന് ചേർന്നാണ് മാരംകുളങ്ങര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ വളരെ പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് കേട്ടോ ഇത്. ഒരു കുഞ്ഞ് ജനിച്ചാൽ ക്ഷേത്രാചാരം അനുസരിച്ച് ചോറൂണ് കഴിയുന്നവരെ നമുക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. എന്നാൽ ഇവിടെ എങ്ങനെയല്ല കേട്ടോ. ഒരു കുട്ടി ജനിച്ച് 16-ാം നാൾ മുതൽ തന്നെ കുഞ്ഞിനെ ക്ഷേത്ര ദർശനത്തിനായി നമുക്ക് കണ്ണൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കായുള്ള ക്ഷേത്രമെന്നും ഇതറിയപ്പെടുന്നു കേട്ടോ. ബാലകൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വരുന്നത്. 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികളും ഇവിടെ കൃഷ്ണസങ്കല്പമാണ് കേട്ടോ. കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ തൻ്റെ മുന്നിലെത്തുന്ന കുട്ടികളോട് വിശേഷങ്ങൾ ചോദിച്ചറിയുമെന്നാണ് സങ്കല്പം വരുന്നത്. മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യവും ശ്രീകൃഷ്ണൻ്റെ ചൈതന്യമുള്ള വിഗ്രഹമാണ് മാരംകുളങ്ങര കണ്ണൻ്റേത്. കുട്ടികൾക്ക് ചോറൂണിനു മുമ്പ് പ്രവേശിക്കാൻ സാധിക്കുന്ന അത്യപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് മാരംകുളങ്ങര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. ഉണ്ണിക്കുളിക്ക് പിന്നിലൊരു മനോഹരമായൊരു കഥയുണ്ട് കേട്ടോ. ഭഗവാൻ ശ്രീകൃഷ്ണനെ വധിക്കാനായി അമ്മാവനായ കംസൻ പൂതനയെ വിടുന്നു. മുലകുടി മാറാത്ത പ്രായത്തിലുള്ള കൃഷ്ണനെ കൊല്ലുന്നതിനായി പൂതന തൻ്റെ സ്ഥലങ്ങളിൽ വിഷം പുരട്ടി ശ്രീകൃഷ്ണനെ മടിയിലിരുത്തി മുലയൂട്ടുന്നു. എന്നാൽ എല്ലാം അറിയുന്ന ഭഗവാൻ വിഷം കലർന്ന പാലിനോടൊപ്പം പൂതനയും ജീവൻ കൂടി വലിച്ചെടുത്തു കേട്ടോ. തൻ്റെ മകന് അപകടമൊന്നും സംഭവിച്ചില്ലെങ്കിലും മകൻ്റെ ഉള്ളിൽ വിഷം പോയിട്ടുണ്ടെന്നുള്ള ചിന്താഗതി യശോദാദേവിയെ ഏറെ വിഷമിപ്പിച്ചു കേട്ടോ. യശോദ ഭഗവാൻ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയും അമ്മയായ യശോദാദേവിയുടെ വിഷമം കണ്ട് വിഷ്ണു ഭഗവാൻ ആകാശത്തു നിന്ന് അമൃതജലം കിണറ്റിൽ വർഷിക്കുന്നു. യശോദാദേവി ആ വെള്ളമെടുത്ത് ഭഗവാനെ കുളിപ്പിക്കുകയും ആ വിഷബാധയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യും കേട്ടോ. അമൃത് വർഷിച്ച കിണറാണ് മാരംകുളങ്ങരയിൽ എന്നാണ് സങ്കല്പം വരുന്നത്. വർഷത്തിലധികം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ വിശേഷമായ ഒരു ആചാരമാണ് ഉണ്ണിക്കുളി എന്നത്. ക്ഷേത്രത്തിലെത്തുന്ന കുട്ടികളെ വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് അഭിമുഖമായി നിർത്തി ക്ഷേത്രത്തിൽ നിന്നും നൽകുന്ന തീർത്ഥജലം കൊണ്ട് കുളിപ്പിക്കുന്നു. കുളി കഴിഞ്ഞാലോ ദേഹമൊന്നും തുടയ്ക്കാതെ തന്നെ വേണം ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ദർശനം നടത്താൻ. അതിനുശേഷം മേൽശാന്തി തരുന്ന ചരട് ഭഗവാന്റെ നടയിൽ വെച്ച് തന്നെ കുട്ടികൾക്ക് കെട്ടിക്കൊടുക്കേണ്ടതാണ് കേട്ടോ. ഇത് ഇവിടുത്തെ വഴിപാടുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കേട്ടോ. ആദ്യമായി കൊണ്ടുവരുന്ന കുട്ടികളെ തുടർച്ചയായി 5 ആഴ്ചയാണ് കേട്ടോ ഉണ്ണിക്കുളി നടത്തേണ്ടത്. 5-ാമത്തെ ആഴ്ച ഭഗവാന് ഏറെ ഇഷ്ടപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് ബാലയൂട്ട് എന്നുള്ള വഴിപാട്. അതെല്ലാവരും നടത്തി വരുന്നു. ഇത് കുട്ടികളുടെ ആരോഗ്യത്തിനും ആയുസ്സിനുമാണെന്നാണ് വിശ്വാസം വരുന്നത് കേട്ടോ. ക്ഷേത്രം പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്ഷേത്രത്തിലെ പ്രധാന ദിവസം എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ചയും ഞായറാഴ്ചയാണ്. എല്ലാ ദിവസവും 10:30 വരെയും ശനിയാഴ്ച ദിവസം 11 മണി വരെയും ഞായറാഴ്ച ദിവസങ്ങളിൽ നമുക്ക് 12 മണി വരെ ദർശനം നടത്താം കേട്ടോ. കേരളത്തിൽ പല ഭാഗത്തു നിന്നാണ് ഭഗവാനെ ദർശനത്തിനായി ആളുകൾ എത്തി വരുന്നത്. ശിശു സംരക്ഷകനായും കുട്ടികളുടെ കൂട്ടുകാരനുമായാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത്. ഇതൊക്കെയാണ് ഭഗവാനെക്കുറിച്ച് എനിക്കറിയുന്ന വിവരങ്ങൾ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ഓക്കെ, ബൈ.